ഓരോ ജന്മവും ജന്മാവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവകാശികൾ നിഷേധിക്കുന്നിടത്ത് ജന്മാവകാശത്തിനായുള്ള സമരകാഹളത്തിന്റെ ദീപനാളങ്ങൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഒരു കഥ പറഞ്ഞു തരാവോ? ഓ, അങ്ങനെയാവാം. പണ്ട് പാടലീപുത്രം എന്ന് പറയുന്ന രാജ്യത്ത് മഹാവീരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറെ കാലം കഴിഞ്ഞപ്പോ രാജസുഖത്തിലൊക്കെ മടുപ്പ് തോന്നി. ആത്മജ്ഞാനം നേടണം എന്നൊരാഗ്രഹം ഉണ്ടായി. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ഒരു ഗുരുശ്രേഷ്ഠനെ അന്വേഷിച്ച് യാത്രയായി. അപ്പോ അതിനു മുൻപ് ഭരണം പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്ത് കുറേ അങ്ങനെ പോയപ്പോ ഒരു വനത്തിൽ കൃതകർമാവ് എന്നൊരു മുനിശ്രേഷ്ഠനെ കണ്ടെത്തി. കൃതകർമാവ് അമ്പലത്തിലെ വെളിച്ചപ്പാടിനെ പോലെയാണോ മുത്തശ്ശ? അതിനേക്കാളൊക്കെ വലിയ തേജസ്വിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി ഇരുന്നു കൊണ്ട് രാജാവ് പറഞ്ഞു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. അമ്മാവ, എന്നിട്ട് അദ്ദേഹത്തെ ശിഷ്യനാക്കിയോ? പറയണേക്കൂ, തിരക്കൂട്ടരുത്, കേട്ടോളൂ. അദ്ദേഹം ചോദിച്ചു, അങ്ങ് രാജ്യം ഭരിക്കേണ്ട ആളല്ലേ, എന്തുകൊണ്ടാണ് എന്റെ ശിഷ്യനായി തീരാൻ ആഗ്രഹിക്കുന്നത്? രാജസുഖത്തിൽ എനിക്ക് മടുപ്പ് തോന്നുന്നു. രാജ്യം ഭരിക്കാൻ പുത്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ശത്രുക്കളെ വധിച്ചും രാജഭോഗങ്ങളിൽ സുഖിച്ചും വാഴാൻ എനിക്ക് ആഗ്രഹമില്ലാണ്ടായി. എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? ഒന്നിലും എനിക്ക് താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ട് എനിക്ക് ആത്മജ്ഞാനം നേടണം. ആട്ടെ, ആത്മജ്ഞാനം നേടാൻ കൊട്ടാരത്തിൽ തന്നെ സാധിക്കുമല്ലോ, ധ്യാനവും മറ്റും. അവിടെ വലിയ ബഹളമാണ്. അതിനിടയ്ക്ക് എനിക്ക് ധ്യാനിക്കാനൊന്നും പറ്റില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു വനത്തിൽ പോയിരുന്നു ധ്യാനിക്കരുതേ. ഹിംസ്ര ജന്തുക്കളുണ്ട്, അതിനെ ഭയമാണ്. അതുകൊണ്ട് കാട്ടിലും പറ്റില്ല. ശരി, ഞാൻ അങ്ങയെ ശിഷ്യനായി സ്വീകരിക്കാം. പക്ഷേ എനിക്കൊരു ഗുരുദക്ഷിണ വേണം. എന്താണാവോ? ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സാധനം ഗുരുദക്ഷിണയായി എനിക്ക് തരണം. അങ്ങനെയാവാം. രാജാവ് കുറേ ദൂരം ചെന്നപ്പോ വല്ലാത്തൊരു ദുർഗന്ധം. നോക്കിയപ്പോ മനുഷ്യന്റെ മലം കിടക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വൃത്തികെട്ട വസ്തു എന്ന് തീരുമാനിച്ചുകൊണ്ട് അതൊരിലയിൽ കോരിയെടുത്ത് അദ്ദേഹം യാത്രയായി. അതുമായി കുറേ ദൂരം ചെന്നപ്പോൾ വല്ലാത്തൊരു നാറ്റം. നോക്കിയപ്പോ എന്താ, ഒരു മൂഷികൻ ചത്ത് ചീഞ്ഞ് പുഴുവരിച്ചു കിടക്കുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ഇതാണ് ഏറ്റവും വൃത്തികെട്ട സാധനം. മലമുപേക്ഷിച്ച് ആ ചത്ത് ചീഞ്ഞ മൂഷികനെയും എടുത്തുകൊണ്ട് അദ്ദേഹം യാത്രയായി. അങ്ങനെ നടന്ന് 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 ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. വല്ലാത്ത തളർച്ച. ഇത്തിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ദാഹവും കലശലായി. അദ്ദേഹം അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നു. അല്പം വെള്ളവും ഭക്ഷിക്കാൻ എന്തെങ്കിലും തരാമോന്ന് ചോദിച്ചു. അവര് കൊടുത്താവോ? കൊടുത്തു. ഒരാപ്പിളും കുറച്ച് വെള്ളവും കൊടുത്തു. വെള്ളം കുടിച്ചതിന് ശേഷം ആ ആപ്പിൾ അദ്ദേഹം കടിച്ച് അങ്ങോട്ട് ചവയ്ക്കാൻ തുടങ്ങിയപ്പോ ആ ആപ്പിള് തന്നോട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആപ്പിള് സംസാരിക്കോ? അങ്ങനെ അദ്ദേഹത്തിന് തോന്നി. രാജാവേ, അങ്ങ് കടിക്കുന്നതിന് മുമ്പ് ഞാൻ എത്ര സുന്ദരമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. അങ്ങ് കടിച്ചപ്പോ ഞാൻ വിരൂപവും വികലവുമായി തീർന്നു. ഇത് കേട്ടപ്പോ രാജാവിന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. ആത്മജ്ഞാനത്തിനുള്ള ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി.
പിന്നെ അവിടെ നിന്നില്ല. എല്ലാം ഉപേക്ഷിച്ച് ആ സന്യാസി വര്യന്റെ അടുക്കലേക്ക് അദ്ദേഹം നടന്നു. വേഗമാണ് നടക്കണത്. നടന്ന് 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 അദ്ദേഹത്തിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് പറഞ്ഞു, മഹാമനെ, ഞാൻ ഏറ്റവും വൃത്തികെട്ട സാധനം അങ്ങേക്കിതാ സമർപ്പിക്കുന്നു. എവിടെ? അദ്ദേഹം നോക്കി. ദാ, ഏറ്റവും വൃത്തികെട്ട സാധനം ഞാൻ തന്നെയാണ്. എന്നെ സ്വീകരിച്ചാലും. ആ മഹർഷി പറഞ്ഞു, അങ്ങയ്ക്ക് ആത്മജ്ഞാനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു. മനുഷ്യനാണ് ഈ മനോഹരമായ ലോകത്തെ മുഴുവൻ വൃത്തികേടാക്കുന്നത്. സുന്ദരമായ വസ്തുക്കൾ അന്വേഷിച്ച് നടക്കുകയാണ്. മനോഹരമായ പൂക്കൾ മുഴുവൻ ഇറുത്തെടുക്കുകയാണ്. മനോഹരമായ സംഗീതത്തിന്റെ പിറകെ പോകുന്നു. മധുരമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ പിറകെ പോകും. പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെ സുഖത്തിന് വേണ്ടി അലയുകയാണ്. എന്നാൽ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു മഹാജ്യോതിസ് പ്രകാശിക്കുന്നുണ്ട്. ഉത്തരേതാത്മനാത്മാനം നാൽപ്പാനം അവസാദയിൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. എന്താണാവോ അതിന്റെ അർത്ഥം? പറയാം. അവനവനെ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരണം. ഒരിക്കലും അവനവനെ താഴ്ത്തിക്കെട്ടരുത്. നമ്മുടെ ബന്ധുവും നമ്മളുടെ ശത്രുവും നാം തന്നെയാണ്. അതാണ് ഇതിന്റെ അർത്ഥം. ഇന്ന് ഇത്രയും മതി. ഇനി എല്ലാവരും പോയി കുളിച്ച് നാമം ജപിക്കും. ആരുമില്ലേ ഇവിടെ? ആരാ? അച്ഛനൊന്ന് വിളിക്കുകയോ? ഒരു കമ്പിയുണ്ട്. അച്ഛൻ പറമ്പിലാ, ഇപ്പൊ വിളിക്കാട്ടോ. വേഗമാകട്ടെ, ധൃതിയുണ്ട്. ആ, പലയിടത്ത് കത്തും മണി ഓർഡറും കൊടുക്കുവാനുണ്ട്. അവിടെ കേറി ഇരിക്കി, ഇപ്പൊ വിളിക്കാട്ടോ. ആ, ശരി. അച്ഛാ, 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 കത്തുമായി ഒരാൾ വന്നിരിക്കുന്നു. കുഞ്ഞൂട്ടന്റെ കത്താവും. മാളൂട്ടിക്ക് വാങ്ങിക്കായിരുന്നില്ലേ? കത്തല്ല, കമ്പിയാന്നാ പറഞ്ഞേ. അച്ഛൻ ഒപ്പിടണം. എന്റെ ഭഗവതി, ഇനി ചുത്തത്തി വല്ലതും എനിക്ക് ഈ കമ്പി വരികയെന്നൊക്കെ വെച്ചാ ഇനിയിപ്പോ എന്തൊക്കെയാ? എന്റെ നാട് നടക്കുക. എന്താ വരുമ്പോഴേ? ആ, നിങ്ങൾക്ക് ഒരു കമ്പിയുണ്ട്. ഒപ്പിട്ട് വാങ്ങ. ആ, വേഗം ഒപ്പിടുവോ. ഇവിടെ ആ, അവിടെ തന്നെ. ഇത് ഭരദ്രീസ് എഴുതാണല്ലോ. ഒന്ന് വായിച്ചേ. യുവർ സൺ ജവാൻ കുഞ്ഞിക്കുട്ടൻ ഹാസ് ബീൻ കിൽഡ് in Himalaya through the war in Indian border, as we feel very sad and disappointed. എന്ന് വെച്ചാ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ വായിക്കുക. നിങ്ങളുടെ മകൻ ജവാൻ കുഞ്ഞിക്കുട്ടൻ ഹിമാലയത്തിൽ വച്ച് ശത്രുരാജ്യത്തിന്റെ യുദ്ധത്തിൽ മരിച്ചു. എന്റെ ചേട്ടാ, സമാധാനിക്കും. ബാപ്പേ, എന്റെ ബാപ്പേ, എന്താ പറ്റി ബാപ്പേ?
സിദാക്ഷണം പക്ഷ്മസു താടിതാദരാഹ പയോദരോത്സുദേ വിശീർണചൂർണിതാ വലീസുതശ്യ സ്ഖലിത പ്രബോധിരേ ചിരേണ നാഭീം പ്രഥമോദബിന്ദവ. അമ്മേ അമ്മേ ഒന്നിങ്ങട് വരിക, ഇങ്ങട് നോക്ക. ഈ മുറ്റം നിറയെ കുരിപ്പുണ്ട്. ഒന്നിങ്ങട് വേഗം വരിക. ഇവിടെ അടിച്ചു വാരിയ ശരിയാവില്ല. അമ്മേ അമ്മേ. കുട്ടൻ വിളിച്ചോ? എന്താ ഇവിടെ? ഇങ്ങട് നോക്ക. ഇവിടെ അടിച്ചു വാര നന്നാവണില്ല. ഇനിയും അടിക്കാൻ പറയാ. നിറയെ കുരിപ്പിയ. ഹൈ ചെയ്തില്ലേച്ചാ, ഇന്നത്തെ കഞ്ഞി പാതി കൊടുത്താ മതി കേട്ടോ. ഹൈ എന്താ മാളു ഇത്? കുട്ടൻ പറയണ കേട്ടില്ലാന്നുണ്ടോ? വീണ്ടും അടിക്ക. ഇവിടെ ഇശി പണിയുണ്ട്, വേഗം ആവണം. നിന്നെ ഞാൻ കാണിച്ചു തരണുണ്ട്, അഹങ്കാരി. എന്താ അത്? കുഞ്ചല അയച്ചിട്ടാണോ പണി ചെയ്യാ? അപ്പെങ്ങനെയാ? എണ്ണയും വയ്ക്കില്ല, അസത്ത്. അത് വാരി കെട്ടിയിട്ട് ഈ പൂജാപാത്രങ്ങൾ ശീഘ്രം ഓറി വെക്കാ. പൂജയ്ക്ക് സമയായി.
എന്താ മാളു മാറിയുന്നേ? ചെറിയമ്പ്രാട്ടി വന്ന കണ്ട് അടിയൻ മാറിയെന്നാ. ഇന്നലെ നിന്റെ ഏട്ടന്റെ പിണ്ടായിരുന്നൂലേ? അറിഞ്ഞൂട്ടോ, കഷ്ടായി. നിനക്ക് ആകെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പല്ലേ? എങ്ങനെയാ മരിച്ചേന്നറിയോ? അടിയൻ അറിയില്ല തമ്പുരാട്ടി. യുദ്ധത്തിന് പോയപ്പോൾ അകപ്പെട്ടതാന്നാ കമ്പി വാർത്ത. എത്ര നാളായി ഞാൻ പാപ്പയെ കണ്ടിട്ട്. ഒളിച്ചോടി പട്ടാളത്തിൽ പോയതാ. നാരായണ നാരായണ, ഇനി നിനക്ക് ആരാ ഉള്ളത്? കഷ്ടായില്ലോ. ആ മാളു, നീയാ വിളക്കിലേണ്ട തലയിൽ തേച്ചുവോ? എന്താ നാണി നിനക്കൊന്നും തരില്ലേ? അടിയൻ ആരുമില്ല തമ്പുരാട്ടി. എണ്ണ തേക്കാനും തുണി കൊടുക്കാനും ആര് തരാനാ? അമ്മയും പോയി, പാപ്പയും പോയി. തലമുടി ഒതുങ്ങിയിരിക്കാനിട്ട ആരോടും പറയല്ലേ തമ്പുരാട്ടി. ഞാൻ ആരോടും പറയില്ല. നീ പണി കഴിഞ്ഞ് പോകുമ്പോ അമ്മ കാണാതെ തെക്കിനിയുടെ കിഴക്ക് ഭാഗത്ത് വന്ന നിനക്ക് ഞാനൊരു മുണ്ട് തരാം. അടിയൻ പോകാൻ നേരം വരാ. നാരായണ 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 നാരായണ. നടുവിൽ ഞാൻ ഇന്നരകത്തെ നിന്നെ കരകേറ്റിയിടേണം. തിരുവൈക്കം വാഴും ശിവശംഭോ. ആ മാളു, പൂജയ്ക്ക് നേരായപ്പോഴേക്കും പാത്രെല്ലാം തേച്ചു കൊണ്ടുവന്നൂലോ. നന്നായി. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോ ഇടയ്ക്കിടെ ആറോ പടിയുണ്ട്. എടുത്തോളുവാ.
തോണിയിലൊഴുക്കി കാലമാ കടലാസു തോണിയിലൊഴുക്കി കാലം തെറ്റിയ കാർമുകിലേ നീ കണ്ണീർക്കുടത്തിലെ കരിമഷിയെന്തിനീ കടലാസു തോണിയിലൊഴുക്കി കാലമാ കടലാസു തോണിയിലൊഴുക്കി ഓഹൈ 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 കാർത്തു ഇത് അമ്മയുടെ കൊടുക്ക. ഞാൻ പാടത്തുനിന്ന് പോയി വന്നിട്ട് അക്കരെ പോയി പഞ്ചസാരയും ചായപ്പൊടി ഇത്തിരി പുകലയും മേടിച്ചോണ്ട് വരാം. ഹതവിധിലസിതാനാം ഈ വിചിത്രോ വിഭാഗഃ. ആരാതാ? ചാക്കോ മാപ്പിളി അമ്മേ. ചാക്കോമാപ്പിളി കൊന്നപ്പത്തിലുമ എങ്ങോട്ടാ? ആ പാക്കറിന്റെ വൈപ്പ് എവിടെ നാണിയമ്മേ? പാക്കറിന്റെ വൈപ്പേൽ ചാക്കോമാപ്പിളക്ക് എന്നാ കാര്യം? ഈ പത്തലൊന്ന് കുത്താനാ. ഞങ്ങള് വെള്ളം കോരാനും കുളിക്കാനും പുല്ലാന്തറ യാത്രയിലേക്ക് പോണ വഴിയാ. അവിടെ ചാക്കോമാപ്പിളക്ക് എന്നാ കാര്യം? ചാക്കോമാപ്പിളി വേറെ വല്ല പണി നോക്ക്. അത് പറയാൻ നിങ്ങളാരാ? നിങ്ങൾ പുഴയിൽ പോണതും വെള്ളം കുടിക്കുന്നതും കുളിക്കാൻ പോണതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. 3 ചക്രത്തിന് പാക്കർദാരുടെ കയ്യിൽ നിന്ന് പണയത്തിനെടുത്താണെങ്കിൽ അവിടെ പത്തൽ കുത്താൻ ചാക്കോയ്ക്കറിയാം. പത്തൽ കുത്താൻ വന്നാണെങ്കിൽ ചാക്കോ കുത്തിയിട്ടേ പോകുള്ളൂ. നേരാണോ ചാക്കോമാപ്പിളെ? അവൻ കാളവരിന്ന് വരട്ടെ. ചാക്കോമാപ്പിള വീട്ടിൽ പോ. നിങ്ങൾ ഞങ്ങളെ പാട് നോക്കുകയല്ലേ? ചാക്കോപ്പളെ കുത്താൻ വന്ന കുത്തിയിട്ടേ പോകുള്ളൂ. ഇങ്ങോട്ട് വാടി. ഒരു സങ്കടം ഉറപ്പിക്കാനുണ്ട്. ആ ചാക്കോമാപ്പിള അടിയങ്ങടെ കുടിവെള്ളം പൊട്ടിച്ച് അവൻ ആ വൈപ്പടുത്ത് വേര് കെട്ടു. അടിയങ്ങൾ ഇനി എങ്ങനെയാ പച്ചവെള്ളം കുടിക്കുന്ന വല്യമ്പ്രാനെ? അയ്യപ്പാ, ഓ ആ ചാക്കട് ഇങ്ങോട്ട് വരാൻ പറയാ. അടിയൻ ഇവിടുന്ന് വരാൻ പറഞ്ഞു. നിനക്ക് ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയോ? അപ്പന്റെ സംബന്ധക്കാരാണ് ഇവര്. ഇവരുടെ പുഴയിലേക്കുള്ള വഴിയടയ്ക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ആ പാക്കറ നായര് 3 ചക്രത്തിന് അടിയന് പണയത്തിന് തന്നുകൊണ്ടാണേ. ഇല്ലത്ത് നിന്ന് മാസം ഇവന് 2 നാഴി നെല്ല് വീതം പത്തായിപ്പുഴയിൽ നിന്ന് വാങ്ങി പണയം ഒഴിമുറി വെച്ച് കൊടുക്കുക. അത് തീരുന്നത് വരെ അവന് ഈ കന്നുകാലി കൂട്ടുന്ന കൂലി നാം കൊടുക്കില്ല. നാണി പോയിക്കൊള്ളുക. വെല്ലുമ്പിളാനൊരു കാര്യം അറിഞ്ഞ ഞാൻ എന്റെ ഇളയ ചെക്കനെ
കോളേജ് വിട്ടിരിക്കുക. ആഹാ, നല്ല കാര്യം. അയാൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നല്ല വലിയ ആളായി വരട്ടെ. കാര്യം ശരിയാ. ഇവിടെ ചക്രം വേണ്ടി വരും. ഇന്ന് ഈ ഭൂലോകത്തിന്റെ പടം മേടിക്കാൻ 200 ചക്രം വേണം. അതെന്ത് കണക്കാ 200 ചക്രം? പിന്നല്ലാണ്ട് ഇത്രയുള്ള അമർക്കളം മേടിക്കണമെങ്കിൽ എന്തേരം ചക്രം വേണം? പിന്നെ ഇത്രയുള്ള ഭൂലോകത്തിന്റെ പടം മേടിക്കാൻ 200 ചക്രം കൊടുത്തതിൽ എന്തതിശയം? ശരിയാ, ഇന്നലെ മനക്കലെ സ്ഥലം മേടിക്കാൻ വന്ന മാത്തന്റെ അളിയന്മാരാ അല്ലേ? വെല്ലുമ്പിളാൻ എങ്ങനെ അറിഞ്ഞേ? തമ്പുരാനോട് പറയല്ലേ. എന്റെ പേര് ചോദിച്ചാ വെല്ലുമ്പ്രാൻ എനിക്ക് തരുവോ? അതുകൊണ്ടാ എന്റെ അളിയന്മാരെ കൊണ്ട് എന്റെ പേര് മേടിപ്പിച്ചത്. ബേക്കാരന്മാരുടെ ആധാരം വായിക്കരുതെന്ന് പറഞ്ഞ് 2 ചക്രവും കൊടുത്തായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. ആ സ്ഥലത്ത് എന്തെങ്കിലും നടണം. ആ, നമുക്ക് 10 വാഴ വെച്ചാലോ തമ്പ്ര? അതൊന്നും വേണ്ട. കുറച്ച് തെങ്ങ് വെച്ചാലോ? വേണ്ട, അതൊന്നും ശരിയാവില്ല. കുറച്ച് അടയ്ക്കാമരം വെച്ചാലോ തമ്പ്ര? അതോ ജാതി വെക്കണോ? വേണ്ട, ഒന്നും വേണ്ട. എന്താ മാത്താ, ഇന്നലെ അളിയന്മാരെ കൂട്ടി പാടം നോക്കണുണ്ടല്ലോ. അപ്പൊ തമ്പ്രാനെന്ന് പറഞ്ഞില്ലേ മനക്ക് കല്യാണം ഉണ്ടെന്ന്? ഓ, അപ്പൊ പാടത്തിനൊക്കെ നല്ല വിലയുണ്ട്. എവിടും തമ്പ്ര? വെല്ലുമ്പ്രാൻ ഒരു കാര്യം പറഞ്ഞപ്പോ അടിയനത് അളിയന്മാരെ കൊണ്ട് കാണിച്ചു. ഓ ഓ ഓ, എന്നാ പോട്ടെ. ഓ, ശങ്കര, നീ അറിഞ്ഞോ? ഇന്നലെ നിന്റെ അച്ഛന്റെ വീട്ടിലുള്ള കണ്ടങ്ങളൊക്കെ വിൽപ്പന നടത്തിയത്രേ. മാത്തന്റെ ആൾക്കാരാ വാങ്ങിയത്രേ. നിങ്ങൾ അവകാശപ്പെടാതിരിക്കാനാ കുഞ്ഞേട്ടന്റെ സ്ഥലം തന്നെ വിൽപ്പന നടത്തിയത്. ഹാ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തമ്പ്ര? ഞാൻ നോക്കട്ടെ ശങ്കര. എനിക്ക് 3 ഏട്ടന്മാരാണല്ലോ. എല്ലാവരും അപ്പന്മാരായി ജനിച്ചുപോയി. അതുകൊണ്ട് അടിമകളായി ജീവിക്കാമെന്നാ? നീ കൂട്ടുകാരെ കൂട്ടി ഇല്ലത്തേക്ക് വാ, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഓമ്പ്ര, അതെ, എനിക്ക് ഇല്ലത്തെ താമസം അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. എങ്കി വേണ്ട, താമസിക്കണ്ട. അതന്നെ ഞാനും അതന്നെ ആലോചിക്കണേ. എന്റെ ഓഹരി കിട്ടാന്ന് വെച്ചാ വേറൊരു ഇല്ലുണ്ടാക്കി അങ്ങോട്ട് മാറിയാലോ എന്ന് തന്നെയാ. നമ്പൂതിരിമാരുടെ ചിട്ട അനുസരിച്ച് സംബന്ധ വീട്ടിലേക്ക് ഓഹരി കൊണ്ടുപോകാൻ ശീലമില്ലാന്ന് വല്യപ്പന അറിയില്ലാന്നുണ്ടോ? ഞാൻ വലിയേട്ടനോട് സംസാരിക്കുമ്പോ തന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? കുട്ടൻ പറഞ്ഞത് ശരിയല്ലാന്നുണ്ടോ? അതൊന്നും എനിക്കറിയണ്ട. എന്റെ ഓഹരി എനിക്ക് വേണം. കിട്ടിയില്ലെന്ന് വെച്ചാ ഞാൻ കച്ചേരിക്ക് പോകും, അത്രേ ഉള്ളൂ. ഇവിടുന്ന് കിട്ടുന്ന 5 പറ നെല്ലും 1 പാത്രം എണ്ണയും കൊണ്ട് എന്റെ കുടുംബം എങ്ങനെയാ ജീവിക്കണേ? പട്ടിണിയിലാ ഓരോ ദിനം കഴിയണേ. അച്ഛൻ തമ്പുരാന്റെ ഓഹരികൾക്ക് ഞങ്ങൾ അവകാശികളാ. ഈ പൂമുഖത്ത് നിന്ന് അവകാശം പറയാൻ മാത്രം നീ വളർന്നോ? അഹങ്കാരി! വലിയേട്ടനടുത്ത് എങ്ങനെ കണ്ണി ചോരില്ലാതെ സംസാരിക്കണേ? അവനും കുടുംബം പിന്നെ എന്ത് ചെയ്യും? വല്യപ്പനും ചെറിയപ്പനും മാത്രമേ ഇവിടെ സംബന്ധം ചെയ്തവരായിട്ടുള്ളൂ. വല്യപ്പനും ഇപ്പൊ മാറി താമസിക്കണത്രേ. എന്താ ചെറിയപ്പനും അങ്ങനെ വല്ല മോഹമുണ്ടോ? ഇല്ല, ബ്രാഹ്മണ്യം വിട്ട് ഞാൻ എങ്ങടും ഇല്ല. കഷ്ടാണേ ചെറിയേട്ടത്. ഈ ബ്രാഹ്മണ്യം മുറ പിടിച്ചിരുന്നാൽ വയ്യാണ്ടാവണ കാലത്ത് ആരാ നോക്കാണ്ടാവുക? സ്വന്തം മക്കൾ നോക്കും പോലെ ആരുണ്ടാവും? എന്റെ അച്ഛനെ കൊണ്ടുപോയി നോക്കാൻ ഞാൻ തയ്യാറാണ്. ചെറിയപ്പന് ഇഷ്ടമല്ലെന്ന് വെച്ചാ എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ചെറിയപ്പൻ ഇവിടെ താമസിക്കാന്ന് വെച്ചാ സൂചി കുത്താനിടം ഇവറ്റകൾക്ക് കൊടുക്കില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറി. സ്വത്ത് മുഴുവൻ മൂത്താൾ അനുഭവിക്കാന്ന് വെച്ചാ പറ്റില്ല. എന്നിട്ട് കയറി ഭരിക്കുക. അവരവർക്ക് അവകാശപ്പെട്ടത് അവരവർക്ക് തന്നെ കൊടുത്താൽ മതി. ആ, അതാ അതിന്റെ ശരി. എന്താ കമ്മ്യൂണിസം പറയത്താൻ? എന്താ അവകാശം എല്ലാവർക്കും വേണ്ടത്? എന്റെ അച്ഛൻ 8000 ഉറുപ്പിക സ്ത്രീധനം തന്നിട്ടാ ഇങ്ങനെ വേല കഴിച്ച് അയച്ചത്. ആ ഉറുപ്പികയോ അതിനുള്ള വസ്തുവകകളോ കിട്ടിയില്ല അച്ഛാ, ഇന്ന് രാത്രി ഞാൻ ഈ ഉത്തരത്തുമ്മേ തൂങ്ങിച്ചാകും. ശ്രീദേവി ഓപ്പോൾ പറഞ്ഞാ ശരി. അത്രയും തന്നെ പണം ആ വകയിൽ എല്ലാവർക്കും കൊടുക്കണം. ഇക്കണ്ട നിലത്തൊക്കെ പൊന്നു വിളയിച്ചതും ഈ ഭൂമിയൊക്കെ ആദായമുള്ളതാക്കിയതും എന്റെ കൂടെ വേർപ്പിന്റെ ഫലമാ. ഒപ്പം തന്നെയാ ചെറിയറ്റിന്റെ ശങ്കരന്റെ വിയർപ്പ്. ഈ പാവം ഒരു ഉഴുമാടിനെ പോലെ ഇല്ലത്തെടുത്ത് പണിയെടുക്കുന്നത്. മതി മതി, നിർത്തുക. ഈ ഇല്ലത്ത് കിടന്ന് തങ്ങളെ തല്ലി ഭാഗം വെച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. കുട്ട, ഒരു ഓലയിൽ കുറിച്ചോളുക.
വലിയപ്പന് ഏറാട്ടുകരയിലെ മ്യാലും അതിന്റെ കരയിലുള്ള ഭൂമിയും ചെറിയപ്പന്റെ പേരിലുള്ള വീതങ്ങളൊക്കെ വിറ്റുപോയി. ഇനി ആ സർപ്പത്തറയുടെ പടിഞ്ഞാറ് 6 പറയ്ക്ക് നിലവും 40 സെന്റ് മലയുമാണുള്ളത്. മറ്റ് 2 പേര് കൂടി ഊരിക്കാട്ട് പുഞ്ച 50 പറയും ആവടിത്തറയിലെ 5 ഏക്കറും ഒപ്പം പങ്കിട്ടെടുത്തുകൊള്ളുക. എന്താവശ്യത്തിനാ ചെറിയേട്ടന്റെ ഭൂമി വിറ്റെന്ന് അറിയണ്ടേ? ഈ കളിയൊന്നും വലിയേട്ടന്റെ അടുത്ത് വില പോലെന്നറിയാം. ഇല്ലത്തിലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോ ചെറിയപ്പം പറഞ്ഞതനുസരിച്ചാണ് ആ സ്ഥലങ്ങൾ വിറ്റത്. ഏട്ടന്റെ സ്ഥലം തൊടാതെ ഇത് കടുത്ത ചതിയാണ്. ശങ്കര, നീ നാളെ കച്ചേരിക്ക് പോക. ഇല്ലേച്ചാ നീയും നിന്റെ കുടുംബവും ഇവിടെ ഈ മുറ്റത്ത് വന്നിരിക്കാം. തമ്പുരാൻ പൊറുക്കണം. എൻ്റെ അച്ഛനെതിരെ ഞാൻ കച്ചേരിക്ക് പോയില്ല. അച്ഛൻ്റെ മണ്ണ് കിട്ടിയില്ലെങ്കിലും ഈ വയസ്സുകാലത്ത് കച്ചേരി കയറ്റി ആ ശാപം കൂടി എന്തിനാ? എല്ലാം ഇവറ്റുകൾ എന്ന് കൊഴുക്കട്ടെ. ഞാൻ കന്നുകൂട്ടി അവറ്റുകൾക്ക് വഴിച്ചു കൊടുക്കും. ശങ്കര, ഇവിടെ ആരുടെയും ശാപവും കണ്ണീരും വീഴണ്ട. 6 പറയ്ക്ക് നിലവും 40 സെന്റ് മലയും വീട് വെക്കാനായി 800 റുപ്യയും നിന്റെ സഹോദരിക്ക് 2 വളയും 1 മാലയും തരാനാണ് എന്റെ തീരുമാനം. എന്താ അത് പോരെ? എപ്പോഴാണെന്ന് വെച്ചാ വാങ്ങിക്കൊള്ളുക, പോയിക്കൊള്ളുക. ശങ്കര, ഓംബ്ര, അതെങ്കി അത് കിട്ടുന്ന വാങ്ങിക്കൊള്ളുക. കാർത്തൂനം കൂട്ടി കിഴക്ക് വശത്തേക്ക് ഇല്ല. ഓ, ആ ചെറിയമ്പനാറുള്ളതുകൊണ്ട് ഇതൊക്കെ കിട്ടി, അല്ലെങ്കിൽ കാണായിരുന്നു. അല്ലേലും അങ്ങേരെന്റെ കാണപ്പെട്ട ദൈവ. ആ, അത് ശരിയാളിയാ. വാ, നമുക്കുള്ളത് പോയി വാങ്ങിക്കാം.
അയ്യോ താക്കോല് കിട്ടി. ഇനി അയാള് കടന്ന് തേണ്ടട്ടെ. പറഞ്ഞോളെ കിട്ടി, താക്കോല് കിട്ടി. ദേ കണ്ടോ, ദേ കണ്ടോ, കിട്ടി കിട്ടി, ഒടുപ്പുറത്തോളെ കിട്ടി. ദേ കണ്ടോ. രാഘവ, ശിവൻകുട്ടി, എന്ത് ചെയ്തടാ ദുഷ്ടനെ? കിട്ടി, താക്കോല് കിട്ടി. അയാളാ കൊട്ടിയമ്പഴേക്ക് ചോര ശബ്ദം കേൾപ്പുണ്ട്. ശ്വാസമുണ്ട്, ചത്തിട്ടില്ല. പുറങ്കാലിൽ തൊഴിച്ച് ആ പാടത്തെ ചെളി ചവിട്ടി താഴ്ത്താൻ പാടില്ലായിരുന്നു അവനെ. അത് പോട്ടെ, അതിനു വേണ്ട സമയം വേണ്ടേ. ഉടപ്പിറന്നോളൂ വാ, നമുക്ക് തറവാട്ടിൽ പോയി അറയും നിലവറയും തുറന്ന് സ്വർണവും പണ്ടവും എല്ലാം എടുത്തോണ്ട് വരാം. എടാ, ഞാൻ വരിക. ഇനി ആ കണാറിനെ കൂടി മുനക്കെന്ന് പൊടിയിറക്കാന് എനിക്ക് സമാധാനം വരൂ. അത് ഉടനെ ഉണ്ടാവും. നമ്മൾ ഒളിപ്പിച്ച പ്ലാൻ പറയുക അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അവൻ തന്നെ കള്ളനെന്ന് പറഞ്ഞ് വല്യമ്പനാൻ അവനെ മുനക്കെന്ന് പടിയിറക്കിയോളും. എടാ, പണി ഞാൻ പറ്റിച്ചിട്ടുണ്ട്. തോണിപ്പുരയുടെ അടുത്ത് ഇഞ്ചക്കാട്ട് ഒളിപ്പിച്ച ആ പലകയെല്ലാം തോട്ടിലെ ചെളിയെ ഞാൻ കല്ല് കെട്ടി താഴ്ത്തി. ഇനി അത് ആര് തപ്പിയാലും കിട്ടില്ലടാ. അങ്ങനെ അക്കാര്യം ഞാൻ ശരിയാക്കി. അങ്ങനെ എല്ലാം നമ്മൾ ശരിയാക്കിടാ. തറവാട്ടിലെ സ്വത്തുക്കളൊക്കെ നമുക്കല്ലേ. അതെ അതെ, അവൻ പ്രാന്ത് പിടിച്ച നാട്ടിക്കട തെണ്ടി നടക്കട്ടെ. അതെ അതെ. കണാരാ, നോം ഒരാവശ്യത്തിനായി വെച്ചിരുന്ന പ്ലാമ്പലക കാണാതായിരിക്കണോ? നിനക്ക് വല്ല നിശ്ചയുണ്ടോ? വട്ടച്ചു പോകാതിരിക്കാനാ അടിയൻ ആ പലക പൊളിച്ചടുക്കി കല്ലും കേട്ടി വെച്ചിരുന്നതേ. കാണാതായത് അടിയന്റെ അറിവോടെ അല്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. ആർക്കാ കാണാരാ ഇവിടെ വന്ന് ആ പലക എടുക്കാനുള്ള ധൈര്യം? അത് തന്നെയാ അടിയന് നിരൂപിക്കണേ. മതി, ഇനി നീ അത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അതുവരെ നിനക്ക് കഞ്ഞിയില്ല, കൂലിയുമില്ല. ആ, പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക. എന്റെ ഭഗവതി, ഇനിയിപ്പോ ഞാൻ എവിടെ പോയി? ആ കണാരേട്ടാ, കണ്ടത് നന്നായി. ഞാനൊരു പ്രധാന കാര്യം പറയാൻ കണാരേട്ടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? ഞാൻ വെളുപ്പിനെ പാടത്ത് വെള്ളം തിരിക്കാൻ പോയിട്ട് വരുമ്പോഴേ എനിക്കൊന്ന് വെളിക്കിറങ്ങാൻ മുട്ടി. ആ കൊശവൻ ചെളി കുത്താൻ ഇറങ്ങുന്നതിന്റെ പടിഞ്ഞാറ് വശത്ത് ഞാനൊന്ന് കാല് കഴുകാൻ ഇറങ്ങിയതാ. അപ്പോഴല്ലേ കാര്യം, കുറെ പ്ലാമ്പലക കല്ല് കെട്ടി താത്തിയിട്ടിരിക്കണു. എന്താ നീ പറയുന്നത്? എന്റെ ഭഗവതി, നീ കാത്തു. എന്താ ചേട്ടാ കാര്യം? ഇല്ലത്തെ കുറെ പലകള് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നു. ദേ ഇപ്പോ തമ്പുരാൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, അത് കിട്ടിയിട്ട് നീ ഇങ്ങോട്ട് കേറിയാ മതിയെന്ന്. എന്റെ പപ്പ ചേട്ടാ, തോട്ടിൽ ആ പ്ലാമ്പലക കൊണ്ടിട്ടത് ആരായിരിക്കും? ആരായാലും അത് ചേട്ടനിട്ട് പണി തരാൻ വേണ്ടി തന്നെ. ആ അമ്മിണിയും അവിടെ ആങ്ങളത്തടിയന്മാരും തന്നെയായിരിക്കും. അല്ലാതെ ആർക്കാ ഇതിനൊക്കെ ധൈര്യം? പൊന്നു ചേട്ടാ, ഞാനത് ചേട്ടനോട് പറഞ്ഞെന്ന് ആരോടും പറയരുത്.
ജീവന് കൊതിയുള്ളതുകൊണ്ടാ. ഞാൻ പറയൂ. അല്ല പപ്പ, എങ്ങനെ അതൊന്ന് പൊക്കുക? പണിയുണ്ട് ചേട്ടാ. ഇന്ന് അമാവാസി കഴിഞ്ഞ് 2 നാൾ, സന്ധ്യ കഴിഞ്ഞ് 2 നാഴിക കഴിഞ്ഞാൽ ഇരുട്ടാവും. അവന്മാര് സന്ധ്യക്ക് മുമ്പേ സംബന്ധ വീട്ടിലും എത്തും. മനസ്സിലായോ? പിന്നെ പുലർകാലത്ത് അവിടുന്ന് പുറത്തിറങ്ങുന്നേ. പിന്നെ സന്ധ്യ കഴിഞ്ഞ അവന്മാര് ഷാപ്പിൽ നിന്നും പുറത്തിറങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഈ നേരം നോക്കി ചേട്ടൻ നമ്മുടെ ചാക്കോയെയും കൂട്ടി ആ സാധനം അവിടെ നിന്ന് എടുത്ത് നമ്മുടെ തമ്പുരാന്റെ അടുത്ത് കൊണ്ടുചെല്ലണം. ചെളി ഉരണ്ടിരിക്കുന്ന കാണുമ്പോ തമ്പുരാന് കാര്യം മനസ്സിലാവും. എന്റെ ഭഗവതിയെ, പപ്പാ, ഭഗവതിയാ നീ എന്നെ മുമ്പിൽ കൊണ്ട് എത്തിച്ചത്. ശരിയെന്നാ നീങ്ങട്ടെ. എന്റെ ഭഗവതി, ആ വേഗം വാ ചാക്കോ. നടക്കുമല്ലേ? ഈ പല കാണാനില്ലെന്നും പറഞ്ഞ് തമ്പുരാൻ എന്തൊക്കെ പ്രശ്നമാ ഉണ്ടാക്കി. ആ പെട്ടെന്ന് നടന്നു വാ. നീ ഇത്ര വാ. കിട്ടിയില്ല പെട്ടെന്ന് നടന്നു വാ. വല്യമ്പുരാനെ, വല്യമ്പുരാ, പല കിട്ടി തമ്പുരാ, പല കിട്ടി. എന്താ കാണാരാ, എവിടെ നിന്ന് കിട്ടി? ആരോ അടിയനെ ചതിച്ചു തമ്പുരാനെ. ഈ പലക മുഴുവൻ പാടത്ത് കൊശവൻ ചെളികോരുന്നതിന്റെ കിഴക്ക് വശത്ത് ചവിട്ടി താഴ്ത്തി കല്ല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നേ. അത് നീ എങ്ങനെ കണ്ടു? അടിയൻ പാടത്ത് വെള്ളത്തേവി കഴിഞ്ഞ് കാലി കഴുകാൻ തോട്ടിലിറങ്ങിയപ്പോ കാലി തടഞ്ഞതാണേ. വെക്കം തന്നെ ചാക്കോയെ വിളിച്ച് എല്ലാം കൂടെ കയറ്റിക്കൊണ്ടിങ്ങ് പോന്നു. ഓ, അടിയനെ ഭഗവതി കാത്തു. എല്ലാം മനസ്സിലായി. കാണാനും പോയിക്കൊള്ളുക. ചാക്കോട് ആ പലക മുഴുവൻ തൊഴുത്തിന്റെ മേൽ വെക്കാൻ പറയാ. ബാക്കി കാര്യം നാം നോക്കിക്കോളാം. ആ ചാക്കോ, ഓ വലകയെല്ലാം തൊഴുത്തിക്കൊണ്ട് അടുക്കി വെക്കുക. വെക്കം വാകുട്ടിയേ, എനിക്ക് തെക്കാൻ പറയാൻ ഒരു മരം വെട്ടാനുണ്ട്. വേഗം വരിക. പിന്നെ ഇത്തിരി വെള്ളം ചൂടാക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. മാളു, നീ എന്താ സ്കൂളിൽ പോവാത്തെ? നിനക്ക് പഠിക്കണ്ടെന്നുണ്ടോ? എനിക്ക് പള്ളിക്കൂടത്തിൽ പോവാൻ ഭയങ്കര ഇഷ്ടാവോമനെ. ഞാൻ 1 പഠിക്കുമ്പോ എന്റെ അമ്മ മരിച്ചതാ. അച്ഛൻ മരം വെട്ടാൻ പോവും. പിന്നെ ആരാ എന്നെ പള്ളിക്കൂടത്തിൽ വിടുക? ഇവിടെ പണിയെടുത്താലല്ലേ കഞ്ഞി കിട്ടൂ. ഞാൻ നിന്നെ പഠിപ്പിക്കാം. ആ ആ ആ ആ ഈ ഈ ഈ. ഇനി ഞാൻ നിന്നെ വേറൊന്ന് പഠിപ്പിച്ചുതരാം. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വത പ്രദേശം. എന്തിനാ മാളു നീ കരയണേ? എന്റെ പാപ്പ അവിടെ വെച്ചാ മരിച്ചത്. എന്തിനാ നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നേ? ഇങ്ങനെ കരഞ്ഞാൽ നിന്റെ പാപ്പ തിരിച്ചു വരൂ. ഈ കമ്പിയൊക്കെ വെറുതെ ആവും. നിന്നെ ഞാൻ പഠിപ്പിക്കാം. നിനക്ക് വായിക്കാനുള്ള ഈ പുസ്തകം എന്റെ അടുത്തുണ്ട്. ഒരിക്കൽ ഒരു സ്വർണ്ണ കച്ചവടക്കാരനുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് അയാൾ ഒരു വലിയ ഭക്തനായിരുന്നു. ഒരു തികഞ്ഞ വൈഷ്ണവനെ പോലെ. അയാൾ കഴുത്തിൽ രുദ്രാക്ഷമാല അണിഞ്ഞിരുന്നു. വലിയ ചന്ദനക്കുറിയും ചെവിയിൽ തുളസി ഇലയും ഉണ്ടായിരുന്നു. ഒരു ഈശ്വര ഭക്തനായതുകൊണ്ട് അയാളെ എല്ലാവരും വിശ്വസിച്ചു. തങ്ങളെ ഒരിക്കലും ചതിക്കില്ല എന്ന വിചാരത്തിൽ ആളുകൾ അയാളുടെ കടയിൽ ആഭരണങ്ങൾ പണിയുവാൻ കൊടുക്കും. ആരെങ്കിലും കടയിൽ ചെന്നാലുടൻ അകത്തു നിന്ന് ഉറക്കെ കേശവ കേശവ എന്ന നാമം കേൾക്കും. ശിവ ശിവ. എന്താ അത്? ധാത്രി തൊട്ടിരിക്കണോ? എന്താ ധാത്രി ഇത്? ഇവിടെ തീണ്ടലും തൊടിയിലും ഇല്ലാണ്ടായോ? ഈ സ്കൂളിൽ നിന്ന് വന്ന ആദ്യം കുളിക്കല്ലേ വേണ്ടേ? അതെങ്ങനെയാ ഇവളിങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കല്ലേ ഇവിടെ? ജന്തു. എന്തിനാ വല്യമ്മ അവളെ വഴക്ക് പറയണേ? ഞാൻ പിടിച്ചിരുത്തിയതാ അവളെ. കേക്കണ്ട എനിക്കൊന്നും. പോയി കുളിക്ക. ഇല്ലാച്ചാ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി കുളിക്ക. ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആദങ്ക
ആരാന്നല്ലേ ചോദിച്ചേ? മനസ്സിലായില്ലല്ലോ. പാപ്പേ, ആരോ വന്നിരിക്കുന്നു. എന്റെ ഉടപ്പറന്നോളെ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ പാപ്പ. പാപ്പേ പാപ്പേ, ആരാ വന്നിരിക്കുന്നു നോക്കിയേ? നമ്മുടെ കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടാ, അപ്പ കമ്പി. കുഞ്ഞൂട്ടനോ? എന്റെ മക്കളെ, എന്റെ ഭഗവതി, ഞാൻ സ്വപ്നം കാണുവാണോ? സ്വപ്നം കാണുകയല്ല അച്ഛ, ഞാൻ തിരിച്ചു വന്നു. യുദ്ധഭൂമിയിൽ ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായി വണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി. ഞങ്ങൾ രണ്ടുപേരും തെറിച്ചു വീണു. കൂട്ടുകാരൻ ഒരു കൊക്കയിലേക്കും ഞാനൊരു മരത്തിന്റെ പേരിലും തങ്ങി നിന്നു. ബോധം പോയ എന്നെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. തോളല് പൊട്ടിയ ഞാൻ 5 വർഷം ആശുപത്രി കിടക്കേണ്ടി വന്നു. ഞാനാണ് മരിച്ചതെന്ന് കരുതി മേജർ കത്തയക്കുകയായിരുന്നു. എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പറ്റിയല്ലോ. അച്ഛാ, അച്ഛന് സന്തോഷമായല്ല. അങ്ങ് ജീവിച്ചിട്ടുണ്ടോ? മക്കള് പോയി കുളിച്ചേച്ചു വാ, അച്ഛനിപ്പോ വരാ. ശരി അച്ഛ. ആ മാളു, നീ ആ പെട്ടി അകത്തേക്ക് വെച്ചിട്ട് ഒരു തോർത്തുമുണ്ട് ഇങ്ങെടുക്ക്. അമ്മായി, ഈ കൊച്ചേതാ? നിന്റെ ഉടപ്പറന്നോളുടെ. നീ മരിച്ചു എന്ന് കമ്പി വന്നു. എനിക്കാണെങ്കിൽ പ്രായം കൂടി കൂടി വരികയില്ല. എൻ്റെ കാലശേഷം എൻ്റെ കുട്ടിക്ക് ആരാ ഉള്ളേ? ആലോചിച്ചപ്പോൾ ഒരു മാർഗേ കണ്ടുള്ളൂ. ശങ്കരൻ അവിടെ മുറചെറുക്കനാണല്ലോ, നല്ല അധ്വാനി. പിന്നെ ഒന്നും നോക്കിയില്ല. ശങ്കരനെ കൊണ്ട് അവക്കൊരു ഉടവയും കൊടുപ്പിച്ചു. മാളു, എന്താ മോളുടെ പേര്? പാറുക്കുട്ടി. പാറുക്കുട്ടി, എന്തിനാ മോള് കരയുന്നേ? അമ്മാനിപ്പോ വരാട്ടോ. ആ ചാക്കോ പോയില്ലായിരുന്നു. ആ ഇതിരിക്കട്ടെ. റാണിയപ്പേ, മാടൂനോട് വേഗം മനക്കിലേക്ക് ചെല്ലാൻ തമ്പ്രാൻ കളിപ്പിച്ചിരിക്കണു. ഈ നേരം വരെ മനക്കില് മുറ്റടിച്ചില്ല, ചാടാൻ വരില്ല. വലിയമ്പ്രാൻ കോപിച്ചിരിക്കണു. ഇതാരാ റാണിയപ്പ ഇത്? ഇത് നമ്മുടെ കുഞ്ഞൂട്ടനല്ലേ? അതാ മാളൊന്ന് മുറ്റടിക്കാൻ വരാത്തെ. കുഞ്ഞൂട്ടനോ? എന്റെ കാവിലമ്മേ, ചത്തുവെന്ന് പറഞ്ഞ് കമ്പിയും വന്ന് പിണ്ണാൻ വെച്ച കുഞ്ഞൂട്ടനോ? നീ തല്ലി അലക്കണ്ട, അവരാള് മാറി കമ്പി അടിച്ചതാ. ഇല്ല, മാളു ഇനി വരുന്നില്ല. ഗോപാലൻ പാപ്പ മനക്കെ ചെന്ന് പറഞ്ഞേര്, മാളു ഇനി മനക്കലെ പണിക്ക് വരുന്നില്ല. കൊച്ചേ, 4 ചക്രം കയ്യിൽ വന്നതിന് നിഗളിക്കരുത്. വന്ന വഴി നീ മറക്കരുത്. നിലപെട്ട് അഹങ്കരിച്ചാ നിലത്ത് വന്ന് നീ നിൽക്കൂ. നീ വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കരുത്. വല്യമ്പാനോട് കളിച്ചാ നിനക്കറിയാലോ. ഗോപാലൻ പാപ്പ ചെല്ല്, എനിക്ക് നല്ലോണം അറിയാം. മുറ്റടിക്കാൻ വേറെ ആളെ കിട്ടുമെന്ന് നോക്ക്, ഇല്ലെങ്കിൽ ഉള്ള കഞ്ഞിയിലും മണ്ണ് ചാടും. ഓ അഹങ്കാരി, നീ നിന്റെ കഞ്ഞി തന്നെ മണ്ണ് വാരിയെന്ന് ഓർത്തോളണം. മക്കളെ, ഇത് തീക്കളിയാണേ. വരുന്ന എന്തായാലും ഞാൻ സഹിച്ചു. മനക്കിലെ ചേടിപ്പണിക്ക് ഇനി ഞാൻ എന്റെ ഉടപ്പറന്നോളെ വിടുന്നില്ല. ഏട്ടൻ പറഞ്ഞാ ശരി, അവർക്കും കൂടി കഴിക്കാനുള്ളത് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. എന്ത് ധിക്കാരമാ മക്കളെ ഇത്? ഇനി മനസമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കുവോ? മാളു എത്ര കാലമായി കഷ്ടപ്പെടുന്നു. എത്ര പേരുടെ ആട്ടും തുപ്പും കൊണ്ടു എന്റെ ഉടപ്പറന്നോൾ. ശങ്കരനും കാർത്തുവും മനക്കിലെ സന്തതികളായിട്ടും അടിമകളാക്കിയില്ലേ? എന്തിന്? ഇവരുടെ അച്ഛനെ പോലും ദാസ്യവേല ചെയ്യിപ്പിക്കുകയല്ലേ ആ വലിയമ്പ്രാൻ. ഒക്കെ ശരിയാ. ഇരുവായ്ക്ക് എതിർവാ പറയാൻ ആർക്കാ മക്കളെ ഇവിടെ ധൈര്യം? അച്ഛാ, എത്ര കാലമായി നമ്മുടെ ഇവളിങ്ങനെ കഷ്ടപ്പെടുന്നു.
4 വർഷമായി നാട് സ്വതന്ത്രമായിട്ട്. നമുക്കും സ്വാതന്ത്ര്യം വേണ്ടേ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് കഴിയാനുള്ളത് സർക്കാർ ചെലവിനായി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാനും എന്റെ പെണ്ണും എന്ത് ചെയ്യും? അപ്പൊ ഞാനല്ലേ നിങ്ങക്ക്? അതുതന്നെ. കാർത്തുവിന് 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഈ കൂടെ നിങ്ങൾക്കുള്ളതും കൂടി ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ശങ്കരനും പണിയെടുക്കുന്നുണ്ടല്ലോ. അവളുടെ പുടകൊടുക്കൽ ആര് നടത്തും? നിന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ മനക്കേന്ന് നടത്തുവോ? അടിച്ചു തടിച്ചു നിന്നാൽ മതി, അതിനുള്ള വകൂടി മനക്കേന്ന് തരും. പുഷ്പിച്ചാൽ എന്റെ ഭഗവതി. എന്നിട്ട് ശങ്കരന്റെ പുടകൊടുക്കലിന് മനക്കേന്ന് എന്തു വന്നു? ഒന്നും തന്നില്ല. കാർത്തുവിന്റെ കാര്യത്തിനായി 2 വളയും ഒരു മാലയും തന്നിട്ടുണ്ട്. അമ്മായി നാളെ തന്നെ മനക്കച്ചെന്ന് പറ, നാളെ കാർത്തുവിന്റെ പുടവുമുറിയാണെന്ന്. അച്ഛൻ വീട്ടുകാർ എന്തു തരുമെന്ന് അറിയാലോ. നീ എന്തൊക്കെയായി പറയണത്? ഇനി ആ മനക്കേല് പഴുങ്ങഞ്ഞ് വേണ്ട. അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് ഞാൻ സഹിച്ചോളാം. എന്റെ ഭഗവതിയെ, എനിക്കൊന്നും അറിയാൻ മേലായേ. എന്റെ കുഞ്ഞുങ്ങൾ നീ തന്നെ കാക്കണം. എന്റെ കാത്തൂന് ഞാൻ ഗുണം കൊടുക്കും. അച്ഛൻ വിഷമിക്കേണ്ട. കാർത്തു മുറപ്പെണ്ണായ സ്ഥിതിക്ക് അവക്ക് ഞാൻ തന്നെ പുട കൊടുക്കാം. അങ്ങനെയെങ്കിലും എന്റെ ഉടപ്പറന്നോൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ അതുകൂടി ഞാൻ നിർവഹിക്കാം. എന്താ അതുപോരെ? അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പുടവ് കൊടാ. മാനത്തെ ചന്തീതൻ തായോത്തു വന്നു നിൻ മാതിലെ മാലേല് താലിയുമിത്തേ പോൽ. മാനത്തെ ചന്തീതൻ തായോത്തു വന്നു നിൻ മാതിലെ മാലേല് താലിയുമിത്തേ പോൽ. മാളോത് കാണാതെ എന്നെ എഴുത്തോന്ന മാതിക മേലേല് കൊന്തോന്ത് പോയടേ. മാളോത്